നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലാഡ്വിൻ ഗാമ്പിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാൾ ബെറ്റിൻസും റിഗയിലെ ചെസ് ക്ലബ്ബും ചേർന്ന് നടത്തിയ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായിട്ട് സ്റ്റോക്ക്ഹോമിലെ ചെസ് ക്ലബ്ബുകൾ മുന്നോട്ട് വരികയും അവർ തമ്മിൽ 5 മത്സരങ്ങൾ നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത്. അങ്ങനെ അവർ തമ്മിൽ നടന്ന ആദ്യത്തെ ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഈ 5 ഗെയിമുകളിലും സ്റ്റോക്ക്ഹോം വൈറ്റ് സൈഡും റിഗ ബ്ലാക്ക് സൈഡുമായിരിക്കും കളിക്കുന്നത്. റിഗയിലെ ചെസ് ക്ലബ്ബ് എന്ന് കേൾക്കുമ്പോൾ അതിൽ മിഖായൽ താലൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നാം. എന്നാൽ ഈ ഗെയിം നടക്കുന്നത് 1934 ആ സമയത്ത് അദ്ദേഹം ജനിച്ചിട്ട് പോലുമില്ല. ആദ്യത്തെ മൂവുകൾ സെയിം തന്നെയാണ്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5, നൈറ്റ് F3, F5. ഇതാണ് ഗ്രെക്കോ കൗണ്ടർ ഗാംബിറ്റ് അല്ലെങ്കിൽ ലാഡ്വിൻ ഗാംബിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കറസ്പോണ്ടൻസ് ഗെയിമാണ്. അതുകൊണ്ട് ഇവിടെ സമയം ഒരു പ്രശ്നമേ അല്ല. വൈറ്റ് ഇവിടെ ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. നൈറ്റ് വെച്ച് E5 പോണിട്ടതുകൊണ്ട് ഈ 2 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ആദ്യം തന്നെ അറ്റാക്കിലേക്ക് പോവുകയാണ്. ക്വീനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിന് ഇപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാം, അല്ലെങ്കിൽ ആ നൈറ്റിന് സപ്പോർട്ട് കൊടുക്കാം. വൈറ്റ് ഇവിടെ D4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C4 മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ബ്ലാക്ക് പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഡെവലപ്പ് ആയിട്ടില്ല. ആകെ ക്വീൻ മാത്രമാണ് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ E3 തിരിച്ചുകൊണ്ടുവന്നുണ്ട്. ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം സെൻറ്ററിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D5 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. അപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് മാത്രമല്ല, ഇങ്ങനൊരു ഫോർക്കും ചെക്കിനും സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ C7 പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ ക്വീനിന് മൂവ് ചെയ്യാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ D8 കൊണ്ടുവരാം, അല്ലെങ്കിൽ F7 കൊണ്ടുവരാം. ബ്ലാക്ക് ഇവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ക്വീനെ F7 കൊണ്ടുവന്ന് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം വൈറ്റിൻ്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടേക്കും മാറ്റുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക്ഹോം ചെസ് ക്ലബ്ബ് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റാൻ തയ്യാറല്ല. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. നൈറ്റ് വെച്ച് C7 പോണിട്ടെടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്, അതൊരു നൈറ്റ് സാക്രിഫൈസും ആണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്കിൻ്റെ നൈറ്റിനെയും ബിഷപ്പിനെയും ഇങ്ങനൊരു പൊസിഷനിൽ കിട്ടിയതുകൊണ്ടാണ് വൈറ്റ് അവിടെ ഒരു സാക്രിഫൈസിലേക്ക് പോയത്. വൈറ്റ് തൊട്ടടുത്ത മൂവിൽ തന്നെ ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിന് എടുക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ എടുക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റിനെ ബോണിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിന് എടുക്കുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ കൂടെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റ കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ തന്നെ ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. ആദ്യം D5 മൂവ് ചെയ്തുകൊണ്ട് E4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇത് ചെറിയൊരു ട്രാപ്പ് കൂടെയാണ്. അതായത് ഇപ്പോൾ D5 പോണിന് നൈറ്റിന് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പോണിനെതിരെ നൈറ്റ് വെച്ചും ക്വീൻ വെച്ചും അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം ക്വീനെ A5 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുക. വൈറ്റ് ഇപ്പോൾ ആ നൈറ്റ് വെച്ച് തന്നെ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നുകിൽ റൂക്കിനെ കൂടെ D8 കൊണ്ടുവന്നോ അല്ലെങ്കിൽ ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ആ പോണിനെ വിട്ടെടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീൻസിലേക്ക് കാസം ചെയ്യുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പിനെ B5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ അടുത്ത നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ 2 നൈറ്റുകളെയും അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം D4 മൂവ് ചെയ്തുകൊണ്ട് C3 നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു.
ഇവിടെ ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറാൻ ഒരുപാട് സ്ക്വയറുകളുണ്ടെങ്കിലും എങ്ങോട്ടേക്കും മാറാൻ പറ്റില്ല. അങ്ങനെ എങ്ങോട്ട് തന്നെ മാറിയാലും ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. ആ സമയത്ത് ക്വീനെ A5 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ നേടിയെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ആദ്യം ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരേ സമയം വൈറ്റിൻ്റെ 2 പീസുകൾ അറ്റാക്കിലാണെങ്കിലും ഇതിൽ ഏത് പീസിനെ വെട്ടിയെടുക്കണം എന്നത് ബ്ലാക്ക് വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യം തന്നെ പോൺ വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുത്ത ശേഷം ആ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സക്സസ് ആവില്ല. കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ വൈറ്റിനിപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം ഒരു ചെക്കോടുകൂടി ബിഷപ്പ് വെച്ച് തന്നെ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വൈറ്റിൻ്റെ ഈ ഒരു ഡിഫൻസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ട് പോൺ വെച്ച് നൈറ്റിനോട്ടൊന്നുമില്ല, പകരം ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റിൻ്റെ ഈ ബിഷപ്പ് നഷ്ടപ്പെട്ടതോടെ ബ്ലാക്കിന് ഇനി പോൺ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഡിസ്കവർ അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. വീണ്ടും ഇവിടെ ഒരു അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് F6 നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെയും ബ്ലാക്കിന് നൈറ്റിനെയും ബിഷപ്പിനെയും വെട്ടിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിന് ഒരു പോൺ കൂടുതലാണെങ്കിലും ബ്ലാക്കിന് എപ്പോൾ വേണമെങ്കിലും ആ പോണിനെ തിരിച്ചെടുക്കാം എന്ന അവസ്ഥയിലാണ്. അതുപോലെ ഈ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണെങ്കിലും വൈറ്റ് ഇവിടെയും ആ നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, പകരം അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. E7 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യുക എന്നാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നതെങ്കിൽ ഇപ്പോഴും നേരത്തെ കണ്ട അതേ ചെക്മിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനെ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. വൈറ്റ് ക്വീനെ G4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ചെക്കുമാണ്. E4 പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. ബ്ലാക്ക് കിങ്ങിനെ ചെക്കിൽ നിന്നും B8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഈ അറ്റാക്കുള്ള നൈറ്റ് ഉപയോഗിച്ച് തന്നെ E4 പോണിനെ കൂടെ വെട്ടിയെടുക്കുന്നു. എങ്ങനെ വൈറ്റിന് ഒരു പോൺ കൂടെ ലാഭം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും ഇവിടെ കാസിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങും നൈറ്റും ഈ ഓപ്പൺ ഫയലിലാണുള്ളത്. ബ്ലാക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ B4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇതിപ്പോൾ ഈ പോൺ വെച്ച് സിമ്പിളായിട്ട് ബ്ലോക്ക് ആവുന്ന ചെക്കേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും കാര്യങ്ങൾ അത്ര ഈസി അല്ല. കാരണം ഇപ്പോഴും വൈറ്റിൻ്റെ കിങ്ങും നൈറ്റും ഓപ്പൺ ഫയലിലാണുള്ളത്. ബ്ലാക്കിന് റൂക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ സമയത്ത് എന്തായാലും പോൺ വെച്ച് ഈ ബിഷപ്പിനോട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് നൈറ്റിനെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ക്വീൻ നഷ്ടപ്പെടും. ബിഷപ്പിനോട്ടൊന്നതിന് പകരം പോൺ വെച്ച് നൈറ്റിനെ സപ്പോർട്ട് ശ്രമിച്ചാലും അടുത്ത റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ക്വീനിന് ഈ G2 പോണുള്ള സപ്പോർട്ട് ഒഴിവാക്കൊണ്ട് വേറെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ F4 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും അറ്റാക്കുള്ള ബിഷപ്പ് വെച്ച് തന്നെ ആ ചെക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഈ പോണുള്ള സപ്പോർട്ട് ഒഴിവാക്കൊണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ G2 പോൺ എടുക്കാം. ഇതോടെ ഈ സെക്കൻഡ് റാങ്ക് പൂർണ്ണമായിട്ടും റൂക്കിൻ്റെ കൺട്രോളിലാകും. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിന് എടുക്കുകയാണെങ്കിൽ ക്വീൻ C2 വരികയും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്മിനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ G2 പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ക്വീനെ H3 മൂവ് ചെയ്താലും ആദ്യം റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുക. പോൺ വെച്ച് തിരിച്ചു വിട്ടാണെങ്കിൽ ക്വീൻ വെച്ച് പോണിട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ റൂക്ക് വെച്ചും ക്വീൻ വെച്ചും ഈ G2 കൺട്രോളുണ്ട്. വൈറ്റ് ഇപ്പോൾ ആ പോണെ സംരക്ഷിച്ചുകൊണ്ട് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാലും പോൺ വെച്ച് പോണെടുത്തുകൊണ്ട് ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഇനി അടുത്ത പോൺ ഇട്ടിക്കൊണ്ട് ഒരു പോൺ പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോൺ വെച്ച് പോൺ ഇട്ടാലും ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ G1 മാറുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ E2 മൂവ് ചെയ്താലും ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിൻ്റെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ E1 മൂവ് ചെയ്താലും റൂക്ക് വെച്ച് ഇങ്ങനൊരു അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫോഴ്സിന് മേറ്റിനുള്ള സാധ്യതയുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തൊക്കെയാണ്. ഈ ചെക്ക് ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്താൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇങ്ങനെ വലിയൊരു അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ട്
വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ഈ ഓപ്പൺ ഫയലിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ D1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് F3 കൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് C2ലേക്ക് വീണ്ടും ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ C5 ഓപ്പൺ ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D3 കൊണ്ട് C2 പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് C3 കൊണ്ട് ആ അറ്റാക്കിൽ നിന്ന് ഒഴിവാകുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് C3 ഇതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ബ്ലാക്ക് ക്വീനെ A4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്കും വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് A2 പോണിനെ കൂടെ വെട്ടിയെടുക്കുക. ഇനി ഈ പോണിന്റെ സഹായത്തോടെ ഇവിടെ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും അടുത്തൊരു സ്ട്രോങ് മൂവ് വരെയാണ്. ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പ് അറ്റാക്കിലാണ്. ആ ബിഷപ്പിനെ രക്ഷിക്കുന്നതായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം ക്വീന് വെച്ച് A2 പോണിട്ടുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടിരിക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് ഈ B2 പോണിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. കിങ് ഇപ്പോൾ ഈ D2 പോണിനെ എടുക്കുന്നതെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ നല്ല ഓപ്ഷനുകളൊന്നുമില്ല, ക്വീനോ നൈറ്റോ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ കിങ് E3ലേക്ക് മുച്ചുകയാണെങ്കിൽ ക്വീൻ D2 ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ നൈറ്റ് പിന്നിങ്ങിലായത് കാരണം നൈറ്റ് വെച്ച് ക്വീനെ ഒട്ടാൻ പറ്റില്ല. അല്ലാതെ കിങ് C4ലേക്ക് മുച്ചാലും റൂക്ക് D4 ചെക്ക് വരികയും കിങ് ഇപ്പോൾ ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറിയാലും ക്വീന് വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനോട്ടാനോ അല്ലെങ്കിൽ കിങ് വെച്ച് പോണിട്ടൊക്കാനോ ശ്രമിക്കുന്നില്ല, പകരം റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ഈ B2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ പല രീതിയിൽ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ഈ സെക്കൻഡ് റാങ്കിലാണ് ഉള്ളത്. ബ്ലാക്ക് ഈ റൂക്കിനെ കൂടെ സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെക്കോട് കൂടി ആ G2 പോയിന്റ് എടുക്കാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം ക്വീനെ F4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ ചെക്കിൽ നിന്നും A8ലേക്ക് മാറ്റിയ ശേഷം G3 കൊണ്ട് ബ്ലാക്കിന്റെ അറ്റാക്കിൽ നിന്നും G2 പോണിനെ സംരക്ഷിക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും A3ലേക്ക് കൊണ്ടുവന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനി ബിഷപ്പ് വെച്ച് ഈ B2 പോണിനെ കൂടെ ഇട്ടെടുത്തുകൊണ്ട് വൈറ്റിന്റെ കിങ്ങിനുള്ള പ്രതിരോധം പൂർണ്ണമായിട്ടും തകർക്കാനാണ് ബ്ലാക്കിന്റെ പ്ലാൻ. ഈ പോണിപ്പോൾ ക്വീൻ്റെ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് ബിഷപ്പിന് ഇട്ടാൻ പറ്റില്ല. എന്നാൽ ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് വേറെ വഴിയുമില്ല. കിങ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ C3 പോൺ പിന്നിങ്ങിലാവും. ആ പോണിനിപ്പോൾ ആകെയുള്ള സപ്പോർട്ട് ഈ നൈറ്റാണ്. അതുകൊണ്ട് ബ്ലാക്കിന് ആദ്യം F5 കൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ആ നൈറ്റ് ഇപ്പോൾ എങ്ങോട്ടേക്കും മാറുകയാണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ പിന്നോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ റൂക്ക് വെച്ച് പോണിനോട് എടുക്കാൻ പറ്റും. എന്നാൽ ആ നൈറ്റിനടുത്ത് മാറ്റുന്നതിന് പകരം ക്വീന് വെച്ച് ആ പോണിനോട് എടുക്കുകയാണെങ്കിൽ ക്വീന് ഈ D2 കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ക്വീനെ B3 കൊണ്ടുവന്ന ശേഷം ഈ പോണിൻ്റെ സഹായത്തോടെ ഇവിടെ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കാം. ഇങ്ങനെ ബ്ലാക്കിന് പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളാണുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കൊണ്ടാവും ഈ പൊസിഷനിൽ ബ്ലാക്ക് ബിഷപ്പിനെ A3 കൊണ്ടുവന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്.